അപ്പോൾ എല്ലാവർക്കും മാസ്കി ഗെയിമിങ്ങിലേക്ക് സ്വാഗതം. അപ്പോൾ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ മൈൻക്രാഫ്റ്റിൻ്റെ സർവൈവലായിട്ട് വന്നിരിക്കുകയാണ്. ഇപ്പം നിങ്ങൾ ഓർക്കുന്നുണ്ടാവും, നമ്മൾ ആദ്യം വേറൊരു വീട്ടിലായിരുന്നു നമ്മൾ വീഡിയോ എൻഡ് ചെയ്തത്. പക്ഷേ അപ്പം നമ്മൾ പിന്നെ നമ്മളൊരു വീഡിയോ കൂടി ഷൂട്ട് ചെയ്തിരുന്നു ഫ്രണ്ട്സ്. അപ്പോൾ ആ വീഡിയോ നമുക്ക് ഏകദേശം 9 റോ അയൺസ് കിട്ടിയിട്ടുണ്ടായിരുന്നു. ആ വീഡിയോ ഞാൻ എടുത്തതാണ് ഫ്രണ്ട്സ്. പക്ഷേ എനിക്ക് സൗണ്ട് റെക്കോർഡാക്കാൻ പറ്റിയില്ല. ഞാൻ ഇത് എങ്ങനെ എവിടെ നിന്നാണ് റോ അയൺ കിട്ടിയെന്നൊക്കെ നിങ്ങൾ കാണിച്ചു തരാം. അപ്പോൾ ഫ്രണ്ട്സ് അതൊക്കെ കാണിച്ചു തരും. അപ്പോൾ നമ്മളിത് വളരെ പുറത്തേക്കൊന്ന് ഇറങ്ങാം. അപ്പോൾ ഭയങ്കര മഴയായിരുന്നു കേട്ടോ. മഴ ആയപ്പോഴത്തേക്കും സ്പൈഡർ, ആ കേവിയിൽ സ്പൈഡർ ഉണ്ടായിരുന്നു. സ്പൈഡർ വന്ന് നമ്മൾ ഇത്രയും ഹെൽത്ത് പോയത്. അതുകൊണ്ടാണ് ഞാൻ ഫുഡ് പോലും കാണിക്കാണ്ട് ഹെൽത്ത് കാണിച്ചത്. ഫുഡ് പോലും കഴിക്കാണ്ടിരുന്നത്. അപ്പോൾ ആ കേവൊക്കെ ഞാൻ കാണിച്ചു തരാം. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ എനേബിൾ ചെയ്യുകയാണെങ്കിൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ ഗെയിമിംഗ് വീഡിയോസും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ ഫ്രണ്ട്സ്, നമുക്കത് നേരെ പുറത്തേക്ക് ഇറങ്ങി. ഇവിടെ ചിലപ്പോൾ നമ്മളൊന്ന് ഇറങ്ങിയിട്ടുണ്ട്. പ്രത്യേകിച്ച് മോൺസ്റ്റർ ഒന്നും കാണുന്നില്ല. അപ്പോൾ ഫ്രണ്ട്സ് ഭയങ്കര അപ്പോൾ അതുകൊണ്ടായിരുന്നു ഞാൻ അവിടെ നിന്ന് ഇറങ്ങിയാണ്. നമുക്കിപ്പോൾ ഗോളൊക്കെ ആദ്യം കണ്ടിരിക്കും. ഈ സമയത്ത് ചിലപ്പോൾ സോംബീസൊക്കെ ഇറങ്ങാൻ സാധ്യതയുണ്ട്. മഴയല്ലേ, അതുകൊണ്ട്. ഈ വീട്ടിൽ വെച്ചായിരുന്നു നമ്മൾ ഫസ്റ്റ് വീഡിയോ എൻഡ് ചെയ്തത്. മറ്റെന്തെങ്കിലും ഇവിടെ ആ കേവ് കിട്ടുവാണെങ്കിൽ ഞാൻ കാണിച്ചു തരാം നിങ്ങൾക്ക്. ഏത് കേവിൽ നിന്നായിരുന്നു ഞാൻ മൈൻഡ് ചെയ്തത്. സ്പൈഡർ രാത്രിയായോ? രാത്രിയായോടാ? അപ്പോൾ ഇത് ഇവിടെ നിന്ന് കയറാട്ടോ. രാത്രിയായില്ല തോന്നുന്നു. കിടക്കണ്ടായി. ഓ, രാത്രിയായി. ഓ, മഴ പോയി. ഓ, ഫ്രണ്ട്സ്, വില്ലേജർ സോംബീസ്. സോംബീസ് വന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങളെ ഞാനിപ്പോൾ കാണിച്ചു തരാം. അതിപ്പോൾ തന്നെ കാണിച്ചു തരാം. എവിടെയാണ്? അതെ, ഇതാണ് ഫ്രണ്ട്സ്. ഈ കേവിൽ നിന്ന് ഈ ഒരു റെവൈൻ റെവൈൻ എന്ന് പറയാൻ പറ്റില്ല, ഒരു കുഴിയെന്നേ പറയാൻ പറ്റുമോ. അതെ ഫ്രണ്ട്സ്, ഇവിടെ അതെ, ആ ഡേറ്റിൻ്റെ മുകളിൽ നിന്ന ഭാഗമായിരുന്നു. അവിടെയായിരുന്നു നമുക്ക് കുറച്ച് 2 അയൺ കിട്ടിയത്. പിന്നെ ബാക്കി കാണിച്ചു തരാം. ബാക്കി നമുക്ക് താഴേന്ന് ബാക്കി 7 അയൺസ് അവിടെ നിന്ന് കിട്ടി. അവിടെ ഒരു കുഴി ഉണ്ടാവും. അവിടെ നിന്ന് കിട്ടിയിരുന്നു. ഇനി നമുക്ക് അവിടെ നിന്ന് എടുക്കാനുണ്ടോ എന്ന് ചോദിച്ചാൽ നമുക്ക് നോക്കാം. ഇനിയിപ്പോൾ സ്പൈഡർ ഇപ്പോഴൊന്നും സ്പൈഡർ ഉണ്ടോ? കണ്ടില്ലേ, അവിടെ അയണുണ്ട് ബാക്കി. പക്ഷെ ആ സ്പൈഡറുകൾ വരുന്നേ, അതാണ് പ്രശ്നം. കഴിക്കുന്നു. ലാവയിലേക്ക് ചാടി ഇപ്പം ചമ്മി പോത്തു. അമ്മേ, നമുക്കിത് ഇങ്ങനെ ചാടി പോട്ടാ. കയറി എവിടെ കയ്യിൽ സാധനം കയറി ചമ്മി പോവും ഫ്രണ്ട്സ്. ഇപ്പോൾ ഫ്രണ്ട്സ്, വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ. അപ്പോൾ അതേ ഫ്രണ്ട്സ്, നമ്മളിത് ഇവിടെ ഡേറ്റ് ഇട്ട് കയറിയിട്ടുണ്ട്. ഫ്രണ്ട്സ്, നിങ്ങൾക്ക് കളിക്കണം എന്ന് ആഗ്രഹമുള്ള ഗെയിംസ് പറയുകയാണ്, മൊബൈൽ ഗെയിംസ് പറയുകയാണെങ്കിൽ നമ്മൾ കളിക്കാൻ നോക്കാം കേട്ടോ. എന്നെ
എന്നെക്കൊണ്ട് പറ്റുന്ന രീതിക്ക് ഞാൻ എല്ലാ ഗെയിംസും കളിക്കും. പതിയെ ലാവയിലേക്ക് ചാടല്ലേ. ഇവിടെ ഇപ്പം നമുക്കിത് പൊളിച്ച് 9 കുറച്ചായും കിട്ടി. ഒരു അയണിൻ്റെ ആർമർ പറ്റുമെങ്കിൽ സെറ്റ് ആക്കണം. എന്താണ് ഫ്രണ്ട്സ് മൂഞ്ചിയോ? സ്പൈഡേഴ്സ്. ഹെല്ലോ തന്നെ ആ സ്കെൽറ്റൻ വന്നു ഗായ്സ്. ഒന്ന് പേടിച്ചു. അവിടെ ആൾക്കാരുണ്ട്. ആൾക്കാരൊന്നും ഇല്ലാതില്ല. വേറെ വില്ലേജിന്റെ അടുത്ത് തന്നെ നമ്മുടെ വില്ലേജിലേക്ക് മോൺസ്റ്റേഴ്സ് വേണം കയറി വരും. നമ്മൾക്ക് പിന്നെ രാത്രി ഇറങ്ങാലോ. അപ്പോൾ ഫ്രണ്ട്സ് നമുക്ക് വേഗം ഇന്ന് ബേൺ ചെയ്യാം. കോൾ എടുക്കുന്നു. സത്യം പറഞ്ഞാൽ ഇപ്പോൾ ഒരാളുടെ വീട്ടിൽ കയറി നിൽക്കാം നമുക്ക്. ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ അപകടം വന്നാലോ. അപ്പോൾ ഫ്രണ്ട്സ് ഇത് നമ്മളങ്ങ് കയറി. ഇതേ ഫ്രണ്ട്സ് നമുക്കിത് ഇവിടെ ഒന്ന് ബേൺ ചെയ്യാൻ വെക്കാം. വേണേൽ നമുക്ക് കയ്യിലുള്ള പ്ലാങ്ക്സും കൂടി വെക്കാം. പ്ലാങ്ക്സ് വെക്കണ്ട, ഇത് വെക്കാം. ഈ വീട് ഓർത്തിരിക്കുകയാണെങ്കിൽ നല്ലതായിരിക്കും. എടാ നമ്മൾ മൈ ഗോഡ്. ഇതാണോ ഫ്രണ്ട്സ് അവിടെ? അപ്പോൾ ഫ്രണ്ട്സ് നിങ്ങൾക്ക് ഈ മൈൻക്രാഫ്റ്റിനെ കുറിച്ച് വല്ല ടിപ്സ് പറയാനുണ്ടെങ്കിൽ പറയണേ. അപ്പോൾ ഫ്രണ്ട്സ് നമ്മൾ 5 അയൺസ് ആയിട്ടുണ്ട് കേട്ടോ. ഇനി റെസിപ്പി അൺലോക്ക്ഡ്. കേറു എന്താണ് പൊട്ടാറ്റോയും ബ്രെഡും. വേഗം തന്നെ ആകൂ. സ്റ്റിക്ക് ഉണ്ടാക്കിയെടുക്കണം. സ്റ്റിക്കിന് നമുക്കിപ്പോൾ സ്റ്റിക്ക് നമുക്ക് 12 എണ്ണം ഉണ്ടാക്കിയിട്ടുണ്ട്. അയൻകോലം വേണമെങ്കിൽ അവൻ നമുക്ക് തട്ടാം. പക്ഷെ തട്ടിക്കഴിഞ്ഞാൽ ചിലപ്പോൾ നമുക്ക് അവന് ആവശ്യം വരും. ഇപ്പോൾ ഒരു സോഡിന് 2 അയൺ വേണമല്ലേ? ഇതിന് അങ്ങനെ പറ്റൂല. തീർന്നിരിക്കുകയാണ്. ഇപ്പം നമുക്ക് ഈ ഫർണസ് അങ്ങ് പൊട്ടിച്ചെടുത്തേക്കാവേ. പിന്നെ നമുക്ക് നേരെ ഒരു സോഡ് ഉണ്ടാക്കാം. സോഡ് വേണം, പിക്കാക്സ് വേണം. ഒരു സോഡ് വേണ്ട, ഒരു ആക്സ് ഉണ്ടാക്കാം. ആക്സ് ആകുമ്പോൾ നമുക്ക് സോഡിനെയും കൊണ്ട് കൂടി ഉപയോഗിക്കാമല്ലോ. ഇനി നമുക്ക് അയൺ കിട്ടിയിട്ട് വേറെ എന്തെങ്കിലും ഉണ്ടാക്കാം. അതായത് 7 അയൺ ഉണ്ട്. വേണമെങ്കിൽ നമുക്കൊരു ചെസ്റ്റ് പ്ലേറ്റ് പറ്റില്ല, ലെഗിൻസ് വേണേൽ ഉണ്ടാക്കാം. എന്തോ വേണം ഫ്രണ്ട്സ്? അല്ല ഫ്രണ്ട്സ്, നമുക്കൊരു കാര്യം വേഗം കുറച്ച് വുഡ് കളക്ട് ചെയ്യണം. വേഗത്തൊന്ന് പൊളിച്ചെടുക്കാവേ. അത് വേണ്ട, അതവിടെ വേഗം വേഗം കുറച്ച് വുഡ് വേണം എന്ന് പറയാൻ. നമുക്ക് എന്താണ്, അതെ,
ഓ മറ്റേത് പ്ലാങ്ക്സ് വേണം. പ്ലാങ്ക്സ് നമുക്ക് വേണം. ഓ ഫ്രണ്ട്സ് ലാഗ് അടിക്കും. ലാഗ് അടിക്കണ അവിടെ ഒരു മരമുണ്ട്. നമുക്ക് ചെയ്യാം. നമ്മുടെ ക്രാഫ്റ്റിംഗ് ടേബിൾ അങ്ങോട്ട് വെച്ചത് വീട് മറന്നു പോയി കഴിഞ്ഞാൽ പിന്നെ ക്രാഫ്റ്റിംഗ് ടേബിളിനും കൂടിയുള്ള വുഡ് സെറ്റാക്കാൻ കഴിയും. ഷീൽഡ് നമുക്ക് നല്ല അത്യാവശ്യമാണ്. എന്താണെന്ന് വെച്ചാൽ അവിടെ ഒരു കേവ് നമ്മൾ കണ്ടല്ലോ, അതിൻ്റെ ഉള്ളിൽ ഇഷ്ടംപോലെ ആൾക്കാരും ഉണ്ട്. അപ്പം അവരൊക്കെ നമ്മൾ പ്രതിരോധിക്കണമെങ്കിൽ നമുക്കൊരു ഷീൽഡ് വേണം. ഷീൽഡ് ഉണ്ടാക്കാൻ നമുക്ക് ഇത് വേണം, വുഡ് വേണം, പ്ലാന്റ്സ്. ഇപ്പോൾ ഷീൽഡ് ഉണ്ടാക്കാൻ മറന്നു ഫ്രണ്ട്സ്. ഇനി നമുക്ക് എന്ത് വേണം? പ്ലാങ്ക്സ് ഉണ്ടാക്കണം അല്ലേ? പ്ലാങ്ക്സ് ഫുൾ എടുത്തോ. ലോഗ് നമുക്ക് ആവശ്യമില്ല. പിന്നെ വീടുണ്ടാക്കുമ്പോൾ നമുക്ക് ലോഗ് വേണം. ലോഗ് സൈഡിൽ ഇങ്ങനെ വെക്കണം. വില്ലേജേഴ്സിൻ്റെ വീട് വന്നിട്ടില്ലേ? അപ്പോൾ ഫ്രണ്ട്സ് നമ്മൾ പ്ലാങ്ക്സ് ആക്കണം. നമുക്ക് ഷീൽഡ് വേണം. നമുക്കിതൊന്ന് വിളിച്ചെടുക്കാവേ. അപ്പോൾ ഫ്രണ്ട്സ് വീഡിയോ എൻ്റെ അപ്പ് ചെയ്യാറായേ. ഫസ്റ്റ് ഷീൽഡ് നമുക്ക് എടുക്കണം. യെസ്, അങ്ങനെ നമ്മൾ ഷീൽഡും ഉണ്ടാക്കി. നമ്മൾ മുഴുവൻ ഇവിടെ നമുക്ക് തൽക്കാലം കയറാം. ഇവിടെ കയറിയിട്ട് കാര്യമില്ല. ചിലപ്പോൾ നമ്മൾ അടുത്ത വീഡിയോ ചിലപ്പോൾ രാത്രിയാകും. അതെന്താണെന്നോ എനിക്കറിയത്തില്ല. അപ്പോൾ നമുക്ക് ബെഡുള്ള ഒരു വീട്ടിൽ കയറി ഇരിക്കുകയാണെങ്കിൽ വേഗത്തിൽ തന്നെ രാവിലെ ആക്കാം. പിന്നെ വീഡിയോ തുടങ്ങുമ്പോൾ തന്നെ കഷ്ടപ്പെടേണ്ട ആവശ്യമില്ലല്ലോ. അപ്പോൾ ഫ്രണ്ട്സ് ഈ വീഡിയോ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാണ്. അടുത്ത വീഡിയോ കാണുന്നവരെ ബൈ ബൈ. അപ്പോൾ ഫ്രണ്ട്സ് ഇത്രയും കണ്ടതിന് താങ്ക്സ്. കൂടാതെ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ എനേബിൾ ചെയ്യുകയാണെങ്കിൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കും. അപ്പോൾ ഫ്രണ്ട്സ് താങ്ക്സ് ഫോർ വാച്ചിങ്.